നമസ്കാരം. കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം. വാർത്തകൾ തത്സമയം കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രകടന പത്രികയിലെ 35ഓളം പദ്ധതികളിൽ 30ഉം സാക്ഷാത്കരിച്ച് ചിറക്കടവ് 6ാം വാർഡ് മെമ്പർ KG രാജേഷ്. വിവിധ രാഷ്ട്രീയ പ്രമുഖരും ജനപ്രതിനിധികളും ഒരേ ശബ്ദത്തിൽ രാജേഷിന്റെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് MLA നിർവഹിച്ചു. താവൂർ കവലയിൽ വച്ച് നടത്തിയ പ്രസ്തുത ചടങ്ങിൽ പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. കഴിഞ്ഞ 4.5 വർഷക്കാലമായി നിർവഹിച്ച വികസന പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കമിട്ട് പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും രാജേഷിനെയും ആദരിക്കുകയും ചെയ്തു. വാർഡിലും ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു. അതിൽ തന്നെ എടുത്തു പറയത്തക്ക കാര്യം അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വാർഡിലെ റോഡ് ഇപ്പോൾ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും, നമ്മുടെ വാർഡിൽ ഒറ്റ റോഡിൽ പോലും ഒരു കുഴിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ റോഡുകളെ മാറ്റുവാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ ഗ്രാമദീപം കുടിവെള്ള പദ്ധതി അടക്കം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. അംഗൻവാടിക്ക് സ്ഥലം കണ്ടെത്തുവാനും അതിന് കെട്ടിടം പണിയുള്ള ഫണ്ട് കൊണ്ടുവന്നതിന് ടെൻഡർ നടപടികളൊക്കെ അടക്കം പൂർത്തീകരിച്ചുകൊണ്ട് ഉടൻ തന്നെ അതിന്റെ പണി തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുവാൻ പറ്റി. അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ നമ്മുടെ വാർഡിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതിന് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഭരണസമിതിയോടും ഈ അവസരത്തിൽ നന്ദി കൊണ്ട് രേഖപ്പെടുന്നതാണ്. കാരണം പ്രിയപ്പെട്ട പ്രസിഡന്റിനോടക്കം ഏത് കാര്യങ്ങൾ ചെന്ന് നമ്മൾ സൂചിപ്പിക്കുമ്പോഴും അതിനെ വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തി പരിഗണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരാൻ പ്രിയപ്പെട്ട പ്രസിഡന്റും ഭരണസമിതിയും ഒറ്റക്കെട്ടായി കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ചീഫ് വിപ്പും നമ്മുടെ MLAയുമായിട്ടുള്ള ഡോക്ടർ N. ജയരാജ് സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റേറെ പ്രിയപ്പെട്ട നമ്മുടെ 6ാം വാർഡിലെ ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജേഷിന്റെ നേതൃത്വത്തിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ കഴിഞ്ഞ 4.5 വർഷക്കാലമായി നടത്തിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു നീണ്ട പട്ടിക അദ്ദേഹം ഈ സ്വാഗത പ്രസംഗത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ മജീഷ്യൻ തൻ്റെ പൂക്കൂടയിൽ നിന്ന് ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഓരോ പക്ഷികളെ പുറത്തേക്ക് എടുക്കുന്നത് പോലെ ഈ നാടുമായി ബന്ധപ്പെട്ട ഈ വാർഡുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഏകദേശം 2 കോടി രൂപ, ഒരു ചെറിയ തുകയല്ല. ഒരു കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഗ്രാമീണ റോഡുകൾ പൊതുവെ നമുക്ക് പറയാൻ പറ്റും മിക്കവാറും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്ന റോഡുകളാക്കി മാറ്റിയിരിക്കുന്ന കാര്യം ജനപ്രതിനിധികൾ കാണിച്ച വളരെ ആവേശകരമായ കാര്യം. ഒരു MLA എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് പിന്തുണ നൽകുന്ന ഒരു പ്രദേശമാണ് ചിറക്കടവ്. കാരണം ഏത് പദ്ധതിയും ആലോചിച്ച് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനോട് സാന്ദർഭികമായി അംഗീകരിച്ച് പറഞ്ഞതാണ്. കാരണം കേരളത്തിൽ 3 പൈതൃക മ്യൂസിയങ്ങൾ ആരംഭിക്കുക. അതിൽ ഒരു പൈതൃക മ്യൂസിയം കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലാണ് അനുവദിച്ചത്. ഈ നാടിൻ്റെ ഇവിടുത്തെ മാത്രമല്ല മധ്യ തിരുവിതാംകൂറിന്റെ സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പൈതൃക മ്യൂസിയമാണ്. അപ്പൊ കുറേ ദിവസങ്ങളായിട്ട് ഈ മ്യൂസിയം ഡയറക്ടർ എന്നോട് ഇതിവിടെ വന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ സ്ഥലത്തിന്റെ ലഭ്യത ഒരു വലിയ പ്രശ്നമായിരുന്നു. സാന്ദർഭികമായി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, പൈതൃക മ്യൂസിയം ഉണ്ട്, എന്ത് ചെയ്യണമെന്നില്ല, നമുക്കിത് എവിടെയെങ്കിലും ആരംഭിച്ചാലോ എന്ന് പറഞ്ഞപ്പോഴാണ് മൂലപ്ലാവിൻ്റെ കടന്നുപോയത്. മണ്ണപ്ലാവിൻ്റെ കടന്നുപോയത്. അപ്പൊ അവിടെ ഒരു കെട്ടിടമെല്ലാം പഞ്ചായത്തിന്റെ കിടപ്പുണ്ട്. പണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ പണിത് കൊടുത്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇതങ്ങ് സർക്കാർ തുടങ്ങി കുറച്ചുകൂടെ വിപുലമാക്കണം, ഇത് വലിയ പ്രോജക്റ്റ്. പക്ഷെ ഇവിടെ താൽക്കാലികമായി നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ കുഴപ്പമില്ല, മറ്റന്നാൾ തിരുവനന്തപുരത്തിന് വരാവുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഞാൻ പറഞ്ഞത് വളരെ ഡൈനമിക്കാണ്. ഇംഗ്ലീഷ് നമ്മൾ പറയാറുണ്ട്. തീരുമാനങ്ങൾ എടുത്താൽ വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ ശ്രമിക്കുക. അടുത്ത ആഴ്ച തന്നെ ഡയറക്ടറുടെ വരും, സ്ഥലം കണ്ട് അവർക്ക് ബോധ്യപ്പെട്ട് എല്ലാം സമ്മതിക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഒരു പൈതൃക മ്യൂസിയം അത് ചിറക്കടവിന്റെ സ്വന്തമായിട്ട് മാറുന്നുള്ളത് ഒരു ചെറിയ കാര്യമാണ്. ഞാൻ പറഞ്ഞത്
ഇങ്ങനെ ഏത് പദ്ധതി കൊണ്ടുവരുമ്പോഴും ഈ പഞ്ചായത്തിലേക്ക് വരെ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാൻ ഏത് ദൗത്യവും ഏറ്റെടുക്കുന്ന കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതത്ര എളുപ്പമുള്ള കാര്യം, വല്ലാത്തൊരു ആത്മവിശ്വാസം. അത് ജനങ്ങൾ നൽകുന്ന വലിയ പിന്തുണയാണ്. ഇവിടെ ഇപ്പൊ ഇത്രയും ആളുകൾ ഈ സായാഹ്നത്തിൽ ഒത്തുചേർന്ന് ഈ നാടിന്റെ ഈ പ്രദേശത്തിന്റെ വികസനത്തെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാൻ വളരെ ആത്മാർത്ഥമായി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. രാജേഷെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ കടന്നു വന്ന് വർഷങ്ങൾക്ക് പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനിക്കാൻ കഴിയും. ഗ്രാമീണ മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കാഴ്ചപ്പാടോടെയുള്ള ഭരണകൂടങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ബഹുമാന്യനായ നമ്മുടെ ഈ 6-ാം വാർഡിലെ 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരളത്തിന്റെ ഗവൺമെന്റ് ചീഫ് പ്രിയപ്പെട്ട ഡോക്ടർ എൻ ജയരാജ് സാർ, നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലെ വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജയരാജ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് ഇതുപോലൊരു MLA ഞങ്ങൾ കിട്ടത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുപക്ഷെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറെ പോലെ ഞങ്ങളോട് നിന്ന് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ജയരാജ, പഞ്ചായത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി 3-4 മാസങ്ങൾ കൊണ്ട് തീരാൻ പോകും. കഴിഞ്ഞ 4.5 വർഷ കാലഘട്ടം ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പരിപാടികൾ ഏതാണ്ട് പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ വളരെ സന്തോഷഭരിതരാണ്. ഇവിടെ രാജേഷ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ടും ഈ ഭരണസമിതി അധികാരത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഒരു പ്രധാനപ്പെട്ട തീരുമാനം, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ്. പരസ്പരം മത്സരിച്ച് ജയിച്ചു വന്നിട്ടുള്ളവരാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ ആശങ്കകളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ 5 വർഷ കാലഘട്ടം 20 പേരും ഒറ്റക്കെട്ടായി പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നിൽക്കണം എന്നൊരു തീരുമാനം ഞങ്ങൾ എടുക്കുകയും ഏതാണ്ട് ഈ 4.5 വർഷ കാലഘട്ടവും ആ തീരുമാനം പൂർണ്ണമായി ഭംഗിയായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളെയും ഒരേപോലെ കണ്ടുകൊണ്ട് 20 വാർഡുകളുടെയും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിലും ബാക്കി കാര്യങ്ങളുമെല്ലാം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ, പരമ്പരാഗതമായ പദ്ധതികളിൽ നിന്നും പരിപാടികളിൽ നിന്നും വിഭിന്നമായി കാലഘട്ടം ആവശ്യപ്പെടുന്ന വർത്തമാന കാലഘട്ടത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റാൻ കഴിയുന്ന നൂതന പദ്ധതികൾ കൊണ്ട് സമ്പന്നമാകണം നമ്മുടെ പദ്ധതി എന്നൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ 2 കാര്യവും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 6-ാം വാർഡിലെ എല്ലാ റോഡുകളും ഇപ്പോൾ സഞ്ചാരയോഗ്യമായി മാറിക്കഴിഞ്ഞു. ചെറുകിട ഗ്രാമപഞ്ചായത്തിലെ എല്ലാ റോഡുകളെയും സഞ്ചാരയോഗ്യമാക്കി മാറ്റാൻ വേണ്ട ഫണ്ട് എല്ലാ വാർഡുകളിലും നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ രാജേഷ് അതിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിലേക്ക് വന്നു എന്നുള്ളത് രാജേഷിന്റെ ഒരു പ്രത്യേക കഴിവാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. റോഡുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രാജേഷ് ഒരു ഉത്തമ മാതൃകയായി ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ഭരണസമിതിയോടൊപ്പം ഞങ്ങളോടൊപ്പം നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റവും പ്രവർത്തനവും എല്ലാം എല്ലാവർക്കും ആകർഷണീയമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സഹായ സഹകരണങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ നേട്ടങ്ങൾക്കും പിന്നിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാതൃകാ മെമ്പർ എന്ന രീതിയിൽ രാജേഷ് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും ഭൗതിക പശ്ചാത്തല സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിലും പരമ്പരാഗതമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും മാത്രമല്ല,
അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ നൂതന നിരവധി പരിപാടികൾ നമുക്ക് ആവശ്യത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ പൊതുവികസന പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ പൂർത്തീകരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ സൂചിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മാർക്കറ്റിംഗ് കോംപ്ലക്സ് പൊൻകുന്നത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് 4.5 കോടി രൂപയോളം ചെലവഴിച്ച് അതിന്റെ 2ാം ഘട്ട പ്രവർത്തനം പൂർത്തീകരിച്ച് ഇപ്പോൾ അതിന്റെ റൂഫിന്റെ പ്രവർത്തനം ഏതാണ്ട് തീർന്നു കഴിഞ്ഞു. ഇനി ഒരു പെയിന്റിംഗ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റെന്റ് ഔട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ ഔപചാരികമായി അതിന്റെ അവസാന ഘട്ട പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പൊൻകുന്നത്ത് രാജേന്ദ്ര മൈതാനത്തിൽ നമ്മളിപ്പോ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്റ്റേജ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്ര പ്രാധാന്യമുള്ള രാജേന്ദ്ര മൈതാനത്തെ കിണറിനെ സംരക്ഷിക്കുന്ന ഒരു മൂടിയായിട്ടും അത് ഒരു വലിയ യോഗം നടത്താൻ പര്യാപ്തമായ രീതിയിൽ 24 അടി വീതിയിലും 24 അടി നീളത്തിലുമുള്ള ഒരു സ്റ്റേജായി അത് ഫ്രണ്ടിലേക്ക് വലിച്ച് വെക്കാവുന്ന രീതിയിലേക്കുള്ള സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേജിന്റെ പണി ഏതാണ്ട് 95% പൂർത്തീകരിച്ച് ഉടൻ തന്നെ അത് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം ഗ്രാമപഞ്ചായത്തിലുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയുടെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളൊക്കെ വരുമ്പോൾ ആ ഗ്രാമപഞ്ചായത്തിലേക്ക് കയറി വരണമെങ്കിൽ അവിടെ വാഹനങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ അടുക്കി വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് കയറി വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പുറകുവശത്ത് കിടന്നിരുന്ന പഴയ സ്ഥലം പൂർണ്ണമായിട്ടും മണ്ണിട്ട് നികത്തി ഒന്നാന്തരം പാർക്കിംഗ് ഗ്രൗണ്ടായി അതിന്റെ പണിയും ഏതാണ്ട് 80% പൂർത്തീകരിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഇത് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ചേപ്പുംപാറയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെയുള്ള ശാന്തിതീരം എന്ന് പറയുന്ന സ്ഥാപനം നിരവധി നമ്മുടെ പഞ്ചായത്തിലും അയൽപ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ശവദാഹം നടത്തുവാൻ വേണ്ടി ചെറിയ നിരക്കിൽ ശവദാഹം നടക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കിയെങ്കിൽ അവിടെ ഇപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു ബർണറും കൂടെ 23 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 കോടി ഒരേ സമയത്ത് അവിടെ അടക്കാമെന്ന് മാത്രമല്ല, അതിന്റെ വലത് സൈഡിൽ കാട് പിടിച്ച് നശിച്ചു കിടന്നിരുന്ന സ്ഥലം മനോഹരമായ MCF ആയി മാലിന്യമുക്ത കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി ഒരുപക്ഷെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ MCF ആയി പണി പൂർത്തീകരിച്ച് അതിന്റെ അവസാനമായിട്ടുള്ള പണികളും പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. അതിന്റെ വലത് സൈഡിൽ വിശാലമായി കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം ഇപ്പോൾ മണ്ണിട്ട് നികത്തി നമ്മൾ ഒന്നാന്തരം പ്ലേ ഗ്രൗണ്ട് ആയിട്ട് അത് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മഹാത്മാഗാന്ധി ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പൊൻകുന്നത്തിന്റെ ചെറുക്കടവിന്റെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ആധുനികമായ സൗകര്യങ്ങളോടുകൂടിയ ഒരു ടൗൺ ഹാളിന്റെ അപര്യാപ്തത പൊൻകുന്നത്തുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വലിയ കല്യാണമോ അല്ലെങ്കിൽ പരിപാടിയോ നടത്തണമെങ്കിൽ 26 വരെ പോകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള മഹാത്മാഗാന്ധി ടൗൺ ഹാൾ പൊളിച്ച് അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടി ശീതീകരണ സംവിധാനമടക്കം ഡൈനിങ് സംവിധാനമടക്കമല്ല പാർക്കിംഗ് ഫെസിലിറ്റി അടക്കമുള്ള ഒരു വിപുലമായ ടൗൺ ഹാൾ പണിയാൻ വേണ്ടിയുള്ള തീരുമാനം ഗ്രാമപഞ്ചായത്ത് എടുക്കുകയും അതിന്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ നിലവിലുള്ള കെട്ടിടം പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. അതിന്റെ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് എടുത്തു, അതിന്റെ സർവേ ആൻഡ് വാല്യുവേഷൻ റിപ്പോർട്ട് എടുത്തു. ഇപ്പോൾ അത് തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കയ്യിൽ ആ ഫയൽ ഇരിക്കുകയാണ്. നാളെ കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി അതിന്റെ ഓർഡർ തരും എന്നാണ് അറിയിച്ചിട്ടുള്ള കാര്യം. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ടൗൺ ഹാൾ നിലവിലുള്ളത് ലേലം ചെയ്ത് പൊളിച്ചു മാറ്റാം. അവിടെ 20 കോടി രൂപ ചെലവിൽ അത്യന്താധുനിക സൗകര്യത്തോടു കൂടിയുള്ള ടൗൺ ഹാൾ പണിയാനുള്ള പദ്ധതിയും ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. 8 കോടി രൂപയോളം ഗ്രാമപഞ്ചായത്ത് ലോൺ എടുക്കും. ബാക്കി 12 കോടി രൂപ ബഹുമാനപ്പെട്ട MLA സഹായത്തോടു കൂടി നമ്മുടെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലോൺ ഗ്രാൻഡ് ആയിട്ട് ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ള കാര്യം. അങ്ങനെ 20 കോടി രൂപയുടെ ഒരു മഹനീയമായ ടൗൺ ഹാൾ പണിയാനുള്ള പദ്ധതിയും ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി ഇപ്പോ പഴയ ഡിസ്പെൻസറി പൂർണ്ണമായിട്ടും മാറി അത്യന്താധുനിക സൗകര്യത്തിലുള്ള ഡിസ്പെൻസറിയുടെ പണിയെല്ലാം പൂർത്തീകരിച്ചു. ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ ഓഗസ്റ്റ് മാസം വരാൻ പോകുന്നു. അതിന്റെ ചുറ്റുമതിലിന്റെ പെയിന്റിംഗ് എന്ന് പറഞ്ഞ പ്രോജക്ട് ഇപ്പം ടെൻഡർ എടുത്തിരിക്കുകയാണ്. അത് പെയിന്റിംഗ് കൂടെ കഴിഞ്ഞ് മഴ കഴിഞ്ഞാൽ ഉടനെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പഞ്ചായത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി പുതിയതായിട്ട് പണിതിട്ടുള്ള പഴയ സ്ഥലത്തേക്ക് മാറ്റി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള സന്തോഷ വാർത്തയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ PHC സെന്ററിൽ പ്രധാനമായിട്ടും പൊൻകുന്നത്തെ PHC സെന്റർ നിങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞാൽ അറിയാം, അത് പൊളിച്ച് അത്യന്താധുനിക സൗകര്യത്തോടുകൂടി അതിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു. ഇപ്പൊ നമുക്ക് ECG വരെ അവിടെ വന്നു കഴിഞ്ഞാൽ സൗജന്യമായി എടുക്കാവുന്ന സൗകര്യം എല്ലാം നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പടനിലം PHC സെന്ററിന്റെ പണിയാൻ വേണ്ടി അതിന്റെ മണ്ണെല്ലാം അവിടുന്ന് മാറ്റി ഇപ്പൊ നമ്മൾ അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ എസ്റ്റിമേറ്റിനെ ടെൻഡർ ചെയ്ത് അംഗീകാരം നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ശിലാഫലകം സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തെക്കത്തുവലിൽ അതിമനോഹരമായ രീതിയിൽ ഒരു പക്ഷേ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, കേരളത്തിൽ ഇത്രയും വലിയ ഒരു ടേക്ക് എ ബ്രേക്ക് ഇല്ല.
അതിന്റെ മുകളിലത്തെ നിലയും കൂടി ഇപ്പൊ നമ്മൾ പണിയാൻ വേണ്ടിയുള്ള പദ്ധതിയായിട്ടുണ്ട്. അതിന്റെ ടെൻഡർ ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ ആഴ്ച തന്നെ പണി ആരംഭിച്ച് ഓഗസ്റ്റ് മാസത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ നമ്മുടെ എല്ലാ ഇപ്പൊ നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാളക്കയത്തുള്ള സബ് സെന്റർ, ഇപ്പൊ നിലവിലുള്ള സബ് സെന്റർ PGC നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം, അത് പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം പണിയാൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ കമ്മിറ്റിയിൽ തന്നെ അത് അൺഫിറ്റ് എടുത്ത് പൊളിച്ചു മാറ്റാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു. ഉടൻ തന്നെ അതിന്റെ പണിയും നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ 8-ാം വാർഡിലും 16-ാം വാർഡിലും 50,000 കപ്പാസിറ്റിയുള്ള 30 ലക്ഷം രൂപ ചെലവിലുള്ള ഓവർഹെഡ് ടാങ്കുകളുടെ പണി ഇപ്പം പൂർത്തീകരിക്കുകയാണ്. ചെന്നാക്കുന്നിൽ മറ്റൊരു കുടിവെള്ള പദ്ധതി ഇപ്പൊ നവീകരണ പ്രവർത്തനങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പരമ്പരാഗതമായ വികസന പ്രവർത്തനങ്ങൾ എല്ലാ റോഡുകളും നമുക്ക് സഞ്ചാരയോഗ്യമാക്കി മാറ്റാൻ വേണ്ടി കഴിയും. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ഭംഗിയായ രീതിയിലുള്ള വർക്കുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ അറിയിക്കാൻ വേണ്ടിയുള്ള കാര്യം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് രംഗത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ആംബുലൻസ് ജില്ലാ പഞ്ചായത്ത് ലഭിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ 2 നഴ്സുമാരെ നിയമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈവറെ നിയമിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഡോക്ടർമാർ കിടപ്പ് രോഗികളുടെ വീട്ടിൽ ചെന്ന്, അത് ആയുർവേദമാണെങ്കിലും ഹോമിയോ ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും വീട്ടിൽ ചെന്ന് പരിശോധിക്കുന്ന സംവിധാനത്തിലേക്ക് പ്രതിമാസം 350 കിടപ്പ് രോഗികളെ വീട്ടിൽ ചെന്ന് പരിചരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പാലിയേറ്റീവ് സംവിധാനത്തിനെ ആകെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പരമ്പരാഗത പദ്ധതികളോടൊപ്പം ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു ഗ്രാമപഞ്ചായത്തിലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള നൂതന പദ്ധതികളാൽ സമ്പന്നമായി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികളെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പഞ്ചായത്ത് എന്ന രീതിയിൽ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്ത്. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ ജയരാൻ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു സാംസ്കാരിക പരിപാടി എന്ന രീതിയിൽ ദൃശ്യം പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയപ്പോൾ നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്ന മഹനീയമായ ഇന്ത്യയുടെ സങ്കല്പം പൊൻകുന്നത്തിന്റെ മണ്ണിൽ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഏതാണ്ട് 13ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൈതൃക കലാരൂപങ്ങളെ പൊൻകുന്നത്തിന്റെ മണ്ണിൽ അവതരിപ്പിച്ച് ചർക്കടവ് കാഴ്ചവെച്ചൊരുക്കിയത് ഒരു ദൃശ്യ വിസ്മയം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കുട്ടികളുടെ കായിക പരിശീലനം 2022 50 കുട്ടികൾക്ക് 5-ാം ക്ലാസ്സിലെ 50 കുട്ടികൾക്ക് വേണ്ടി കായിക പരിശീലനം ആരംഭിച്ചെങ്കിൽ 2023 അത് 6-ാം ക്ലാസ്സിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് 100ആയി, 2024 അത് 7-ാം ക്ലാസ്സിലേക്ക് ഉൾപ്പെടുത്തി 180ആയി, ഇപ്പോൾ 8-ാം ക്ലാസ്സുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 200 കുട്ടികൾക്ക് വളരെ ഭംഗിയായ രീതിയിൽ കായിക പരിശീലനം കൊടുത്ത ഒരു പദ്ധതിയായി മാറി. വരുന്ന ഭരണസമിതി ഈ പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിവർഷം 400 കുട്ടികൾക്ക് കായിക പരിശീലനം കൊടുക്കുക എന്ന് പറയുന്ന മഹനീയമായ ഒരു സങ്കല്പമാണ് കായിക പരിശീലന പരിപാടി എന്ന പദ്ധതിക്ക് പിന്നിലുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിന്റെ കായിക ഭൂപടത്തിൽ ചക്കടവിന്റെ പേര് തങ്കലിപികളിൽ കുറിക്കാൻ വേണ്ടി കഴിയും ഈ പദ്ധതികൾ കൊണ്ട് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തമായ പ്രാതൽ കാതൽ മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. ചെറുകടവ് ഗ്രാമപഞ്ചായത്തിലെ 5 ഗവൺമെന്റ് LP സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന ഒരു പദ്ധതി ഒരു പക്ഷേ കേരളത്തിൽ മറ്റൊരു പഞ്ചായത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ വ്യത്യസ്തമായ നിരവധി പദ്ധതികളാൽ സമ്പന്നമായി നമ്മുടെ പ്രോജക്റ്റുകളെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം മറ്റൊരു വെറൈറ്റി പദ്ധതിയും കൂടെ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. 4 ലക്ഷം രൂപ ആ പരിപാടിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ജീവിതമാണ് ലഹരി എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കറിയാം, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പലരുടെയും പരാതി എന്ന് പറയുന്നത് അവൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് പഠിച്ചു വളരുന്നില്ല, മാർക്ക് മേടിക്കുന്നില്ല എന്ന് മാത്രമല്ല കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ അമിതമായ താല്പര്യം, എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കരമായ അരിശം, അങ്ങനെ പല പ്രശ്നങ്ങളുള്ള കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം. അപ്പൊ ഇത്തരം കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് ചെറുകടവ് ഗ്രാമപഞ്ചായത്തിലെ 7 ഹൈസ്കൂളുകളിൽ നിന്നും 100 കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും സഹായത്തോടു കൂടി തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ഒരു 3 മാസ കാലഘട്ടം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്രപരമായ അപ്രോച്ച് നടത്തിക്കൊണ്ട് അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്, അവരുടെ യഥാർത്ഥ കഴിവുകൾ എന്തൊക്കെയാണ്, ഏത് രംഗത്തേക്ക് ഭാവിയിൽ അവരെ തിരിച്ചുവിട്ടാൽ അവർക്ക് വളരാൻ വേണ്ടി കഴിയും, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചും പരിശോധിച്ചും അവരുടെ നല്ല വളർച്ചയ്ക്ക് പര്യാപ്തമായ രീതിയിലേക്ക് അവരെ വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ജീവിതമാണ് ലഹരി എന്ന് പറഞ്ഞ പദ്ധതി. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യത്യസ്തമായ നിരവധി പദ്ധതികൾ കൊണ്ട് സമ്പന്നമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഫലമായി നിരവധി അവാർഡുകൾ, പുരസ്കാരങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിനെ താലൂക്കിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി നമുക്ക് അവാർഡ് മേടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എല്ലാം കൂടെ 10,000-ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ അസോസിയേഷനാണ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ. ആ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ
തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാനതല അവാർഡ് ഈ ഗ്രാമപഞ്ചായത്തിന് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പഞ്ചായത്ത് വാർത്താ ചാനലിന്റെ സമഗ്ര അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് മികച്ച ഹരിതകർമ്മസേന എന്ന സംസ്ഥാന അവാർഡ് നമുക്ക് മേടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച ജൈവ പഞ്ചായത്ത് 1ാം സ്ഥാനം എന്ന ബഹുമതി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും 100% എക്സ്പെൻഡിച്ചർ ആക്കുന്ന പഞ്ചായത്ത്, പദ്ധതികൾ ചെലവഴിക്കുന്ന പഞ്ചായത്ത് എന്ന രീതിയിലേക്കുള്ള ബഹുമതി പുരസ്കാരം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും നേട്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിലയിരുത്തുന്നു. അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ 20 പേരുടെ മത്തങ്ങൾ ഒറ്റക്കെട്ടായി ഇതുവരെ നിന്നിട്ടുള്ള ഒരേ സ്വരത്തോടു കൂടി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിനെ അവരെല്ലാം കൂട്ടുപിടിച്ച് അവരെല്ലാം കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അതിലുപരിയായി ചെറുകോട് ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പദ്ധതികളോടൊപ്പം ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. സർവോപരി ഈ നാട്ടിലെ ജനങ്ങൾ, ചെറുകോട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റെന്തെങ്കിലും വിഭാഗീയ ചിന്താഗതികൾക്ക് അതീതമായി ഈ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് നാളിതുവരെ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ കാര്യവും നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് ഇത്തരം നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ സഹകരണത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് രാജേഷിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി.